അപ്പോൾ ഇന്നേ നല്ല വെയിലാണ്, അതാണ് ഈ മുഖമൊക്കെ ഇങ്ങനെ കെട്ടി വെക്കുന്നത്. 2 വീലറിലാണ് നമ്മുടെ യാത്ര. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ലോ ഗാർഡൻ മാർക്കറ്റിലോട്ടാണ്. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ, കാഴ്ച എന്താണെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ലോ ഗാർഡൻ മാർക്കറ്റ് എപ്പോഴും ഓപ്പൺ ആണ്, പക്ഷേ നവരാത്രി സമയത്താണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി കൂടുതൽ. കാരണം ഇവിടെ നവരാത്രിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടുത്തെ സ്പെഷ്യൽ, നമ്മളുടെ കഴിഞ്ഞ വീഡിയോകളിൽ കണ്ടിട്ടുള്ള ഗർഭ ഡാൻസിന് വേണ്ടിയുള്ള ചെനിയാച്ചോടി എന്ന് പറഞ്ഞ ഡ്രസ്സും അതിനുള്ള ഓർണമെൻറ്റ്സ്, ഷൂസ്, അങ്ങനെ എല്ലാ ടൈപ്പ് ആക്സസറീസും ഡ്രസ്സും എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ലോ ഗാർഡൻ മാർക്കറ്റ്. ഗുജറാത്ത് നമുക്കറിയുന്ന പോലെ ലാൻഡ് ഓഫ് ഫെസ്റ്റിവൽസ് ആണ്. അപ്പം അത് മെയിൻ ഫെസ്റ്റിവലാണ് ഈ നവരാത്രി. അപ്പം 9 ദിവസമാണ് ഇത് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യണത്. രാത്രി ഫുൾ പാട്ട്, ഡാൻസ് എല്ലാം ആയിരിക്കും. അപ്പോൾ അതൊരു പ്രത്യേക തരത്തിലുള്ള ഇവിടുത്തെ ആർട്ട് ഫോമാണ്. അപ്പോൾ അതിനാവശ്യമുള്ള ചെനിയാച്ചോടികളൊക്കെയാണ് ഇവിടെ കിട്ടണം. ഈ ചെനിയാച്ചോടിയുടെ കൂടെ ഇടുന്ന ഒരു ഓർണമെന്റ്സ് എന്ന് പറഞ്ഞാൽ മിക്കവാറും സിൽവർ കളറിൽ, അല്ലെങ്കിൽ ദാറ്റ് മീൻസ് ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസ് ആയിരിക്കും കൂടുതലും ഉപയോഗിക്കുക. പിന്നെ ഈ സമയത്ത് ബോയ്സും സ്പെഷ്യലായിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യാറുണ്ട്. ധോത്തി, കേഡിയു, പിന്നെ നോർമൽ അല്ലാത്ത ആൾക്കാർ ജുബയും പാൻസോ പജാമാസോ ഒക്കെ യൂസ് ചെയ്യും. ഞങ്ങൾ ഇവിടെ താമസിച്ച് വലുതായതുകൊണ്ട് എനിക്കും എൻ്റെ മോൻ വലുതായി വരും തോറും അവൻ്റെ മെമ്മറീസും അങ്ങനെ കുറേ മെമ്മറീസ് ഉള്ളൊരു ഫെസ്റ്റിവലാണ്. കാരണം എൻ്റെ മോൻ കുഞ്ഞതായിരുന്നപ്പോഴേ, 1 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴേ അവൻ ഈ നവരാത്രി വരുമ്പോൾ എങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ. രാത്രി ഫുള്ള് എഴുന്നേറ്റ് നിന്നിട്ട് പകലെല്ലാം കിടന്നുറങ്ങും. ഇത് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് മാത്രമേ എനിക്കറിഞ്ഞു. അവിടുത്തെ ആ സൊസൈറ്റിയിൽ, നമ്മൾ അന്ന് താമസിച്ചിരുന്ന സൊസൈറ്റിയിൽ ചെണ്ടേമലുള്ള കോലിൻ്റെ ശബ്ദം നിൽക്കണ വരെ അവൻ ആ ഗ്രൗണ്ടിലുണ്ട്. മോർണിംഗ് വരെ മാഷ ലാസ്റ്റ് ദിവസം വരെ എൻജോയ് ചെയ്യും. അപ്പം അത് എന്നും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. എങ്ങനെ ഉണ്ടാവും ഭയങ്കര
അപ്പൊ ഗുജറാത്തിൽ താമസിച്ചിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു ഫെസ്റ്റിവലിനോട് ഒരു ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പം നിങ്ങൾ ഇത് ഒരു പ്രാവശ്യമെങ്കിലും വന്ന് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം ഇവിടെ ഇല്ലാത്ത സമയത്ത് ഉറപ്പായിട്ട് നിങ്ങൾ മിസ് ചെയ്യും. അതുപോലത്തെ ഒരു കളർഫുള്ളും അതുപോലത്തെ ഒരു ഫെസ്റ്റിവലാണിത്. അപ്പോൾ ഈ കാണാത്തൊന്നുമല്ല ഇതിന്റെ തിരക്ക്. ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇനിയും വെൻഡേഴ്സ് വരും, പിന്നെ ഇനിയും തിരക്ക് കൂടും. പക്ഷെ നമ്മളൊരു ഉച്ച നേരത്ത് പോയി എടുത്തത് കൊണ്ടാണ്, നല്ല വെയിലുണ്ടായിരുന്നു, പക്ഷെ നമ്മൾക്ക് കുറച്ചൊന്ന് സ്പേസിൽ നമുക്ക് ഇതെല്ലാം ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയത്. ഈ ഒരു മാർക്കറ്റിന്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇതിനെ പറ്റി എന്തെങ്കിലും പ്രോഗ്രസ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ എന്നൊക്കെ ഉള്ളതിന്റെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കണം. നല്ല സൂപ്പർ ലോങ് ആയിട്ടുള്ള ഇയറിങ്സ് ആണ് ഇതിൽ മൊത്തം. നിങ്ങൾക്ക് എങ്ങനെയാണ്? ഇങ്ങനത്തെ ലോങ് ഇയറിങ്സ് ആണോ ഇഷ്ടം, അതിൽ ഷോർട്ട് ഇയറിങ്സ് ആണോ ഇഷ്ടം? എനിക്ക് നല്ല ലോങ് ഇയറിങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പക്ഷെ ഏറ്റവും ടോപ്പിലുള്ളത് ഭയങ്കര വലിയ ഇയറിങ്സ് ആണ് കേട്ടോ. ചെവി ഇങ്ങനെ തൂങ്ങിപ്പോരും, ആ സൈസിലുള്ളതാ. പക്ഷെ ഓക്കെ, ഫെസ്റ്റീവ് ടൈം അല്ലേ. നമ്മുടെ ചാനലിൽ നമ്മൾ അങ്ങനെ വ്ളോഗ്സ് ഒന്നും അധികം ചെയ്തിട്ടില്ല. അപ്പം വ്ളോഗ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇനിയും വ്ളോഗ്സ്, ഏത് ടൈപ്പിലെ വ്ളോഗ്സ് ചെയ്യണമെന്നൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ ഹാപ്പി ഡിയേഴ്സ്. താങ്ക് യു.